നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ ബലാത്സംഗ പരാതി കേസിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം മലക്കം മറിയുകയാണോ എന്നൊരു സംശയം ഉളവാക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതായത് രാഹുലിനെ പുറത്താക്കിയത് അബദ്ധമായി പോയി എന്ന് നേതാക്കന്മാർ വരെ ചിന്തിച്ചു തുടങ്ങിയോ എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് പ്രത്യേകിച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ളവർ നടത്തിയ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ടാമത്തെ പരാതി പാർട്ടിക്കുള്ള കെണിയാണ് എന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വാദം. അദ്ദേഹം അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരുന്നു. ആ ഒരു പ്രസ്താവനയിലൂടെയാണ് അത്തരത്തിലുള്ള ചില സംശയങ്ങളിലേക്ക് നയിക്കപ്പെടുന്നത്. എന്തായാലും സണ്ണി ജോസഫിന്റെ വാദത്തിനെതിരെ VK സനോജ് രംഗത്ത് വന്നിരിക്കുകയാണ്. രണ്ടാമത്തെ പരാതി കോൺഗ്രസിനുള്ള ഒരു കെണിയാണ് എന്ന സണ്ണി ജോസഫിന്റെ ഒരു പ്രസ്താവന പാർട്ടിക്കുള്ള കെണി ഒരുക്കുന്നത് മാങ്കൂട്ടം ഷാഫി ക്രിമിനൽ സിൻഡിക്കേറ്റ് ആണെന്ന് സണ്ണി വക്കീലിനെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിൽ ആരുമില്ലേ എന്നായിരുന്നു VK സനോജിന്റെ ചോദ്യം. സമൂഹ മാധ്യമത്തിലാണ് VK സനോജ് ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ പാർട്ടിക്കുള്ള കെണി ഒരുക്കുന്നത് മാങ്കൂട്ടം ഷാഫി ക്രിമിനൽ സിൻഡിക്കേറ്റ് ആണ് എന്നായിരുന്നു VK സനോജിന്റെ പ്രതികരണം. ഒരു മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ പരാതി പാർട്ടിക്കുള്ള പണിയാണെന്ന് സണ്ണി ജോസഫ് പറഞ്ഞത്. പീഡന പരാതികൾ ഉയർന്നു വന്നപ്പോഴും രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഗത്യന്തരമില്ലാതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും പരാതികളുടെ ആഴത്തെപ്പറ്റി മനസ്സിലാക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ക്രിമിനലിനെ പരോക്ഷമായി ന്യായീകരിക്കുന്ന നിലപാടാണ് KPCC പ്രസിഡന്റ് ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതടക്കമുള്ള വിമർശനവും ശക്തമാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി രാഷ്ട്രീയ പ്രേരിതമെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചിരിക്കുന്നത്. തനിക്ക് കിട്ടിയ പരാതിക്ക് പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ട് എന്നും സണ്ണി ജോസഫിന്റെ പ്രതികരണം. പരാതി എന്തിനാണെന്ന് ആളുകൾക്കറിയാം, ജനങ്ങൾ അത് വിലയിരുത്തട്ടെ. തനിക്ക് പരാതി കിട്ടിയ സമയത്ത് തന്നെ മാധ്യമങ്ങൾക്കും അത് കിട്ടി. എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? പരാതി ആർക്കാണ് അയക്കേണ്ടതെന്ന് അവർക്ക് നന്നായി അറിയാം. എന്നാൽ എനിക്കാണ് അയച്ചത്. പരാതി ആസൂത്രിതമായി തയ്യാറാക്കിയതാണ്. എന്നാൽ അതിന് എതിർവശങ്ങളുണ്ട്. അതെല്ലാം കോടതി വിലയിരുത്തിയിട്ടുമുണ്ട്. രാഹുൽ വോട്ട് ചെയ്യാൻ വരുമോ എന്നറിയില്ല. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂരിലാണ് പ്രശ്നബാധിത ബൂത്തുകൾ ഏറെയുമെന്നും അവിടെ ജനങ്ങൾ ആശങ്കയിലാണ് എന്ന രാഷ്ട്രീയ പ്രതികരണം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഹൈക്കോടതിക്ക് ഹർജികളുടെ വലിയ കെട്ട് തന്നെയാണ് കണ്ണൂരിനെ സംബന്ധിച്ച് കിട്ടിയിരിക്കുന്നതെന്നും സണ്ണി ജോസഫിന്റെ പ്രതികരണം. കള്ളവോട്ട്, അക്രമം എന്നിവ തടയാൻ നടപടി ഉണ്ടാകണം. UDF വൻ വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആവർത്തനമായിരിക്കുമെന്നും സണ്ണി ജോസഫിന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതി ആസൂത്രിതമാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് എന്തുകൊണ്ട് അത്തരത്തിലൊരു വിലയിരുത്തലിലേക്ക് അദ്ദേഹം എത്തി എന്നതും ഒരു ചോദ്യം തന്നെയാണ്. അതായത് ഈ പരാതിയെ KPCC പ്രസിഡന്റ് വിലയിരുത്തുന്നത് പരാതി ആസൂത്രിതമായിട്ടുള്ള വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ എന്നാണ്. താൻ പറഞ്ഞത് അതാണ്, അത് ആസൂത്രിതമാണ് എന്നും സണ്ണി ജോസഫിന്റെ പ്രതികരണം. സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുള്ള വിധി ഉണ്ടാകുമെന്നും ഇത്തവണ ഈ ഒരു ജനം വിധി എഴുതുകയാണ്. സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ നിന്ന് പ്രതിഷേധിച്ചുള്ള വിധിയായിരിക്കും ഇപ്രാവശ്യം ഉണ്ടാവുകയെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. അതേസമയം ഈ ഒരു വിഷയത്തിൽ സണ്ണി ജോസഫിന്റെ ഈ പ്രതികരണത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി രംഗത്തെത്തിയിട്ടുണ്ട്. എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്നും കോൺഗ്രസിലെ സ്ത്രീ ലംബടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്, ഇതിൽ വലിയ പരാതികൾ ഇനിയും പുറത്തു വരാമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. അതായത് ഇനിയും പരാതികൾ ഉണ്ടാകും എന്ന സൂചന മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തം. ലൈംഗിക വൈകൃത കുറ്റവാളികളെ വെൽ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ചാൽ അത് പൊതുജനം തള്ളിക്കളയുമെന്നും പരാതികളിൽ ഇരയായ ആളുകൾ പങ്കുവച്ച ആശങ്കകൾ പരിശോധിച്ചാൽ അവരെ കൊന്നു തള്ളുമെന്ന ഭീഷണിയാണ് ഉയർത്തിയിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു. അതേസമയം കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടുള്ള പിണറായി വിജയന്റെ ആരോപണത്തിൽ മറുപടിയുമായി രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളും രംഗത്തെത്തി. സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതി 2 ആഴ്ച കയ്യിൽ വെച്ചിട്ടാണ് മുഖ്യമന്ത്രി വീമ്പ് പറയുന്നതെന്നും CPM-ലെ സ്ത്രീ ലംബടന്മാരെ ആദ്യം മുഖ്യമന്ത്രി നിലയ്ക്ക് നിർത്തട്ടെ എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസിനെതിരായ മുഖ്യമന്ത്രിയുടെ മറുപടി അന്തസ്സില്ലാത്തതാണെന്ന് AP അനിൽകുമാറിന്റെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിന് യോജിച്ച പരാമർശമല്ല അത്. മാന്യത ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി പരാമർശം പിൻവലിക്കണം. മുഖ്യമന്ത്രി CPM സംസ്ഥാന സെക്രട്ടറിയെ പോലെ സംസാരിക്കരുതെന്നും AP അനിൽകുമാറിന്റെ പ്രതികരണം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ തന്റെ നിലപാടിൽ നിന്ന് മാറ്റമില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം. പുനർവിചിന്തനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. കൂടുതൽ പ്രതികരണം തിരഞ്ഞെടുപ്പിന് ശേഷം. തിരഞ്ഞെടുപ്പ് സമയത്തല്ല ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതെന്നും ഉണ്ണിത്താന്റെ പ്രതികരണം.
അതേസമയം UDF വ്യക്തമായ വിജയം നേടുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സംസ്ഥാന ഭരണമാണ് ജനം വിലയിരുത്തിയത്. സർക്കാരിനെതിരായ നിഷേധ വോട്ടാണ് നടക്കുന്നത്. സർക്കാരിന് മികച്ചതൊന്നും പറയാനില്ല. അതാണ് ലൈംഗിക വിവാദങ്ങൾക്ക് പിറകെ പോകുന്നത്. രാഹുൽ മങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് മികച്ച നടപടിയാണ് എടുത്തത്. മന്ത്രിസഭയിൽ വരെ സ്ത്രീ പീഡകരെ വെച്ചാണ് പിണറായി കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. അടൂർ പ്രകാശ് ദിലീപിനെ അനുകൂലിച്ച് പ്രസ്താവന നടത്തിയത് അനവസരത്തിലുള്ളതാണെന്നും അത് നേതൃത്വം ഇടപെട്ട് തിരുത്തിയെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. അതേസമയം കെ മുരളീധരന്റെ പ്രതികരണം കൂടി നമുക്ക് നോക്കാം. രാഹുൽ മങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയത് പ്രോസിക്യൂഷന്റെ കഴിവുകേടെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. കോൺഗ്രസ് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. പുകഞ്ഞ കൊള്ളി പുറത്ത്. തെളിവുണ്ടെന്ന് പറഞ്ഞിട്ടും 2 ആഴ്ച ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കേരള പോലീസ് അമ്പെ പരാജയപ്പെട്ടുവെന്നും കെ മുരളീധരന്റെ വിമർശനം. രാഹുലിന് ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും കോൺഗ്രസിനെ ബാധിക്കില്ല. രാഹുലിനെതിരായ 2ാമത്തെ പരാതി ജെന്യുവൻ ആണെങ്കിലും അല്ലെങ്കിലും പാർട്ടി ഒരു തീരുമാനമെടുത്തു. അതാണ് പാർട്ടിയുടെ നയമെന്നും കെ മുരളീധരൻ പറഞ്ഞു. എന്തായാലും തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഉപാധികളോടെയാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചത്. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരായി ഒപ്പിടണമെന്നും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസിൽ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നും കോടതി വ്യക്തമാക്കി. കേസിൽ രാഹുലിനെതിരെ പോലീസ് കൂടുതൽ വകുപ്പുകൾ ചുമത്തി. നേരത്തെ വിധി വരുന്നതുവരെ കടുത്ത നടപടികൾ സ്വീകരിക്കരുതെന്ന് പോലീസിന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. രഹസ്യമായി അതിജീവിതയുടെ മൊഴിയെടുക്കുകയും വൈദ്യപരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. രാഹുലിന്റെ സംഘത്തിൽ നിന്ന് പ്രതികാര നടപടി ഉണ്ടാകുമെന്ന് ഭയന്നാണ് സംഭവത്തെക്കുറിച്ച് പരാതി നൽകാതിരുന്നതെന്നാണ് യുവതിയുടെ മൊഴി. ബംഗളൂരു സ്വദേശിനി KPCC പ്രസിഡന്റിന് ഇമെയിലായി നൽകിയ പരാതി DGPക്ക് അദ്ദേഹം കൈമാറിയിരുന്നു. DGP കൈമാറിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തത്. FIR രജിസ്റ്റർ ചെയ്ത അവസരത്തിൽ പരാതിക്കാരുടെ മൊഴി പോലീസിന് കിട്ടിയിരുന്നില്ല. ഇതിനുശേഷമാണ് IG പൂങ്കുഴലി നേരിട്ട് പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.